തൊമ്മൻകുത്തിൽ കുരിശ് പൊളിച്ചതും ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിന്റെ വഴിപ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് നടപടിയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിഷ്കർഷ അല്ലെങ്കിൽ പുതിയ ഓർഡർ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത് ഞാൻ അത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഈ പ്രദേശങ്ങളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ അവിടെ കുറിച്ച് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ സ്വകാര്യ ഭൂമിയായിരുന്നു, അവര് കൊടുത്ത ഭൂമിയായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിട്ടുള്ള ഭൂമി അയാൾക്ക് കൈവശ അവകാശമുണ്ട്. അവിടെ കയറി എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയേ മതിയാവും. ഇതൊന്നും ചെയ്യാതെ കടന്നു കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുക വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പാർലമെന്റിൽ തന്നെ ഉന്നയിച്ച ഒരു സബ്മിഷൻ ഉണ്ട്. കേരളത്തിൽ വനം വകുപ്പ് ജംഗിൾ രാജാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി കേസെടുക്കുക, അനാവശ്യമായി ജനങ്ങളെ പീഡിപ്പിക്കുക, കുടിയൊഴിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇനി കൂടുതൽ വനഭൂമി ഇവര് സ്ഥാപിച്ചെടുത്ത് എത്രയോ റിസർവുകൾ പ്രഖ്യാപിച്ചു. ജനങ്ങളെ കുടിയിറക്കി അവിടെയെല്ലാം റിസർവ് പ്രഖ്യാപിച്ച് വന്യമൃഗങ്ങൾക്ക് യഥേഷ്ടം വിഹരിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാടൊട്ടുക്കുമുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ സർക്കാർ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ വനം വകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത മേഖലയിൽ വനം വകുപ്പ് കയ്യേറ്റം നടത്തുന്നത് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ച് എടുക്കുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു.